നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. വരുന്ന തിരഞ്ഞെടുപ്പിൽ UDF ഭരണം പിടിക്കുമെന്നും ജനങ്ങൾ UDFന്റെ കൂടെ ഉണ്ടാവുമെന്നും ലക്കിടി പേരൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും UDF കൺവീനറുമായ ഷൗക്കത്ത്. ലക്കിടി പേരൂർ പഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം തീർത്തും പരാജയമാണെന്ന് മുൻ പഞ്ചായത്ത് മെമ്പറും UDF കൺവീനറുമായ ഷൗക്കത്ത്. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യമായ കുടിവെള്ളം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കിട്ടാക്കനി ആണെന്നും UDF ഭരണസമിതി കൊണ്ടുവന്ന ജലനിധി പദ്ധതി ഗുണഭോക്താക്കൾക്ക് കുടിവെള്ളം ലഭിക്കുന്നുണ്ടെന്നും അന്ന് പദ്ധതി വേണ്ടെന്ന് പറഞ്ഞ CPM വാർഡുകളിലെ ജനങ്ങൾക്ക് ഇന്നും കുടിവെള്ളം കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്നും ലക്കിടി പേരൂർ പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിൽ കുടിവെള്ളം ഒരു കിട്ടാക്കനിയായി കിടക്കുകയാണ്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 3 പതിറ്റാണ്ട് കാലം ഇവിടെ ഭരണം നടത്തിയത് CPM തന്നെയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് കുടിവെള്ള പ്രശ്നം തന്നെയാണ്. 2010-15 കാലയളവിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇടവേളയിൽ പഞ്ചായത്തിൻ്റെ ഭരണം ലഭിച്ചപ്പോൾ ഈ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ജലനിധി പദ്ധതി കൊണ്ടുവരികയും ആ പദ്ധതി അന്ന് പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്ക് 7000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ള പ്രൊജക്റ്റ് തയ്യാറാക്കി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് CPMൻ്റെ 7 വാർഡ് മെമ്പർമാരുള്ള 7 വാർഡുകളിൽ ഈ പദ്ധതി ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഈ പദ്ധതിയെ പിറകോട്ട് വലിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഈ ഐക്യജനാധിപത്യ മുന്നണി എടുത്ത തീരുമാനപ്രകാരം 12 വാർഡുകളിലും ഏകദേശം 4000-ഓളം വരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ജലനിധി പദ്ധതി നടപ്പിലാക്കുകയും ആ പദ്ധതി യാഥാർത്ഥ്യമാവുകയും കഴിഞ്ഞ 10 വർഷത്തോളമായി ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ശുദ്ധമായ വെള്ളം കുടിക്കാൻ ഈ 4000-ഓളം വരുന്ന ഗുണഭോക്താക്കൾ 12ഓളം വാർഡുകളിൽ കഴിയുന്നുണ്ട്. അതിനുശേഷം വന്ന ബഹുമാനപ്പെട്ട സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി ജലജീവൻ മിഷൻ പദ്ധതി ഈ പ്രദേശത്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ഏകദേശം 10-25ഓളം കോടി രൂപ ഇവിടെ ബഡ്ജറ്റ് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഇന്നും കഴിഞ്ഞ 5 വർഷവും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും ജനങ്ങൾക്ക് കുടിക്കാനോ അതിൻ്റെ അതിൻ്റെ ജലനിധിയുടെ ജലജീവൻ മിഷൻ്റെ പണികൾ പൂർണ്ണതയിലെത്തിക്കാനോ കഴിഞ്ഞിട്ടില്ല. UDF ഭരണകാലത്ത് കൊണ്ടുവന്ന ഗ്യാസ്, ക്രിമിറ്റോറിയം, സാഫല്യം, ഭവന പദ്ധതി എന്നിവ എങ്ങുമെത്താത്ത രീതിയിൽ ആക്കിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും തിരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഭരണം പിടിക്കാൻ ശ്രമിക്കുമെന്നും ജനങ്ങൾ കൂടെ ഉണ്ടാവുമെന്നും ഷൗക്കത്ത് വ്യക്തമാക്കുന്നു. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2010-15 കാലയളവിൽ ലക്കിടി പേരൂർ പഞ്ചായത്ത്, അമ്പലപ്പാറ പഞ്ചായത്ത്, പൂക്കോട്ടുകാവ് പഞ്ചായത്ത് ഈ 3 പഞ്ചായത്തുകളെ സംയുക്ത പ്രൊജക്റ്റായി വെച്ചുകൊണ്ട് നമ്മുടെ ലക്കിടി പല്ലാർമംഗലം ശ്മശാനത്തിൽ ഗ്യാസ് ക്രിമിറ്റോറിയം കൊണ്ടുവന്നു. ആ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൻ്റെ പണികളും ഇന്ന് 1 കോടി പോലും ദഹിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ അത് പൂർണ്ണമായി നാശത്തിൻ്റെ വക്കിലാണുള്ളത്. അതുപോലെ തന്നെ സാഫല്യം ഭവന പദ്ധതി, ഇത്തരം പദ്ധതികളൊക്കെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളെയൊക്കെ ഇന്ന് പൂർണ്ണമായി പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും അതൊന്നും പ്രവർത്തനക്ഷമമാക്കാനോ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെയധികം ഈ നാട്ടിലെ ആളുകളോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി നാട്ടിലെ ആളുകൾ കാണുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 5 വാർഡുകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ബാക്കി വരുന്ന 16 വാർഡുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. ശക്തമായ മത്സരം 21 വാർഡുകളിലും ഐക്യജനാധിപത്യ മുന്നണി നടത്തും. ഈ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് എന്നുള്ള നിലക്കും ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിലെ UDFൻ്റെ കൺവീനർ എന്ന നിലക്കും ഈ ഒരു കാര്യത്തിൽ ശക്തമായ നിലപാടുമായി ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. ജനങ്ങളിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജനവിധി തേടാൻ ഐക്യജനാധിപത്യ മുന്നണി തയ്യാറാണ്. ജനങ്ങൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കൂടെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ